ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നു മുതൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ അവരുടെ പര്യടന പരിപാടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഞാനിന്ന് രാവിലെ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഓപ്പൺ ജീപ്പിലുള്ള സ്ഥാനാർത്ഥി പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകൾ നോക്കുമ്പോൾ UDF വളരെ വള്ളപ്പാടും മുന്നിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റ് UDF നേടുകയുണ്ടായി. അതിനേക്കാൾ മെച്ചപ്പെട്ട രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത്തവണ 20-ൽ 20 സീറ്റും UDFന് നേടാൻ കഴിയുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി വൻ വിജയം നേടുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. NDAക്ക് 400 സീറ്റ് വരെ നേടും എന്നുള്ളത് BJPയുടെ ഒരു പൊള്ളയായ അവകാശവാദമാണ്. ഇന്ത്യ സഖ്യത്തെ മോഡി ഭയപ്പെടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും ഇന്ത്യ മുന്നണിയുടെ 2 മുഖ്യമന്ത്രിമാരെ ജയിലിലിടുന്നു. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു, നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുന്നു. ഇന്ന് ഇന്ത്യയിൽ EDയും ഇൻകം ടാക്സും CBIയും ഒക്കെ പ്രവർത്തിക്കുന്നത് BJPയുടെ പോഷക സംഘടനകളായിട്ടാണ്. മറ്റുള്ളവരുടെ അഴിമതികൾ കണ്ടെത്തുക എന്നുള്ളതിനേക്കാൾ ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ കാലുമാറ്റങ്ങൾക്കും കൂറുമാറ്റങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നു. BJPയിൽ ചേർന്ന് കഴിഞ്ഞാൽ ആർക്കും അഴിമതിയില്ല, അവർക്കെല്ലാം ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. പ്രഫുൽ പട്ടേലിന്റെ കാര്യം നമ്മൾ കണ്ടു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം BJPയോടൊപ്പം ചേർന്നതോടുകൂടി ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. അപ്പോൾ BJP ഏതാണ്ടൊരു വാഷിംഗ് മെഷീന്റെ രൂപത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അവരോടൊപ്പം ചേർന്നാൽ അഴിമതിക്കാരായ ആളുകൾ അഴിമതിക്കാരല്ലാതാകുന്നു, അല്ല എങ്കിൽ അവർക്ക് ജയിലിൽ പോകേണ്ടി വരുന്നു. കേജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നത്. അതോടെയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സൊരൻ ജയിലിൽ പോകേണ്ടി വന്നതും അതുകൊണ്ടാണ്. BJPയുടെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി അന്വേഷണമുണ്ടോ? ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരായി ഉണ്ടാകുന്ന ആരോപണങ്ങൾ പോലും അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? അപ്പോൾ മാത്രമല്ല, കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു. പിരിച്ചെടുക്കാത്ത പണത്തിന് പോലും നികുതി ചുമത്തി കോൺഗ്രസിനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ്. EDയും BJPയും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ പിരിച്ചെടുത്ത പണത്തിനാണ് കോൺഗ്രസിന്റെ മേൽ ഭാരിച്ച നികുതി ഇന്ന് ചുമത്തിയിട്ടുള്ളത്. ഇലക്ട്രൽ ബോണ്ട് വഴി അവർ പിരിച്ച പണത്തെ സംബന്ധിച്ച് ഒരു ന്യായീകരണവും അവർക്ക് പറയാനില്ല. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ വാ മൂടിക്കെട്ടുക, തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക, ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് പോലും പ്രതിപക്ഷത്തിന് നൽകാതിരിക്കുക എന്നുള്ളതാണ് BJP ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് 35% വോട്ടിന്റെ പിൻബലത്തോടെയാണ്. 65% BJPക്കെതിരായി, NDAക്കെതിരായിരുന്നു. ആ 65% വോട്ടർമാരെ
ഒന്നിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ത്യ മുന്നണി ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബി ജെ പിക്ക് കാര്യമായ സഖ്യകക്ഷികളില്ല. അവരോടൊപ്പം കക്ഷികളായിരുന്ന ആ ശിരോമണി അകാലിദൾ, ബിജു ജനതാദൾ, അണ്ണാ DMK തുടങ്ങിയ കക്ഷികളൊക്കെ ഇപ്പം മുന്നണിയിലില്ല, NDAയിലില്ല. മുന്നണി വിട്ടു. അവരിൽ ഈ പറഞ്ഞവരെല്ലാം മുന്നണി വിട്ടു. ഒരിക്കൽ സഖ്യത്തിലുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടികൾ എന്നിവ അവരെല്ലാം ഇന്ത്യ മുന്നണിയിലാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ദുർബലമായ ഒരു മുന്നണിയാണ് NDA മുന്നണി. കഴിഞ്ഞ തവണ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിൽ ഇത്തവണ കോൺഗ്രസും മറ്റ് എല്ലാ പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമാന ചിന്താഗതിക്കാരായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മുന്നണിയായി ഞങ്ങൾ മത്സരിക്കുകയാണ്. മുന്നണിയായി മത്സരിക്കാത്തത് പഞ്ചാബിലും കേരളത്തിലും മാത്രമാണ്. അപ്പോൾ അങ്ങനെ മുന്നണിയായി മത്സരിക്കുന്നത് കൊണ്ട് ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പണ്ട് ഇതുപോലെ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് വാജ്പേയിയുടെ 2ാം വരവിന് വലിയ കോലാഹലങ്ങളായിരുന്നു BJP നടത്തിയത്. വൻതോതിലുള്ള പത്രപരസ്യങ്ങളും വൻതോതിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടും വീണ്ടും ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടും അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന മോഡിക്ക് തന്നെ അറിയാം ഇപ്പോൾ അധികാരത്തിൽ വരില്ല. അതിനുവേണ്ടിയാണ് എല്ലാ കുതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇന്ത്യ മുന്നണിക്കാണ് കൂടുതൽ. ആ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്.